ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ടോ, ഇത് ഞാൻ എൻ്റെ ടിങ്കിൾ ഹാർഡ് പ്രോപ്പഗേറ്റ് ചെയ്തതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടാണ്. ഞാൻ 2 ആഴ്ച മുമ്പ് എടുത്തതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ പ്രോപ്പഗേറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു പുതിയൊരു വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം ഗ്ലോറി. മൈ J4ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ടിങ്കിൾ ഹാർട്ട്സ് വൈൻ പ്ലാന്റ് എങ്ങനെ നമുക്ക് പ്രോപ്പഗേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെടിയുടെ അടുത്തേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ടിങ്കിൾ ഹാർട്ട്സ്. ഇതിന് ഇനി നമുക്ക് കുറച്ച് എല്ലാം നല്ല പൊടിപ്പായിട്ട് നിൽക്കുന്നത്. ഇതിന് നമുക്ക് പ്രോപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഞാൻ അതിനകത്ത് നിന്ന് കുറച്ച് തണ്ടുകൾ എടുക്കാം കേട്ടോ. അപ്പോൾ തണ്ടുകൾ എടുക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുകൊണ്ട് ഇത് നമ്മുടെ ഇങ്ങനെ ഈ മുകളിലോട്ട് നിൽക്കുന്ന നല്ല കൂമ്പുകൾ കണ്ടോ, ഇതേപോലത്തെ ഈ കൂമ്പുകൾ വേണം നമുക്ക് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് പൊട്ടിച്ചെടുക്കാവേ. എനിക്ക് എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനത് കുറച്ച് പൊട്ടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഇതേപോലെ കുറച്ച് തണ്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മണ്ണിലേക്ക് വെക്കണത് എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കട്ടിങ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ചട്ടിയിലേക്ക് ആക്കണ്ടേ. അപ്പോൾ ഞാൻ ഇവിടെ കോക്കോപ്പിറ്റ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, കോക്കോപ്പിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് പോട്ടിംഗ് സോയിൽ പോലെയാണിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് താഴേന്ന് ഒരു 2 തണ്ടെടുത്തിട്ട് പയ്യെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മുടെ എല്ലാ ചെടികളും നമുക്ക് ഇത് വേര് വരാനായിട്ട് നമുക്ക് ഒരു നോഡ് വേണം, അതായത് ഇങ്ങനെ ഒരു ഏരിയ വേണം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഇതിപ്പോൾ 2 എണ്ണമായിട്ട് തന്നെ ഞാൻ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇതിനെ അങ്ങോട്ട് കിള്ളി മാറ്റാം. 1 2 ഇലയും നമുക്ക് മാറ്റാം. അപ്പോൾ 2 നോഡ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നോക്കിയ ഫ്രണ്ട്സ്, ഇതെല്ലാം ഞാൻ ഇത് സെറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് അതിനകത്ത് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഡെയിലി നമുക്ക് എന്നിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഒഴിച്ചു കൊടുക്കണ്ട, സ്പ്രേ ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ തണ്ട് വളരെ സോഫ്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സെറ്റ് ഞാൻ കാണിച്ചു തരാം. ഞാനിത് 2 ആഴ്ച മുമ്പ് ചെയ്ത് വെച്ചതാണ്. ഈ സെയിം വേ ഇത് കണ്ടോ, എന്ത് രസമായിട്ടാണ് അത് വളർന്നു വന്നിരിക്കണമെന്ന് നോക്കിക്കേ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എൻ്റെ വീഡിയോസൊക്കെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.